الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങളെ ശരിയായി വിശ്വസിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ആ വിശ്വാസം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചു ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, അതേപോലെ തന്നെ പരലോകത്തിലുള്ള വിശ്വാസം, ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും വിമർശനങ്ങളും പരിഹാസങ്ങളും ഒന്നും കേവല രാഷ്ട്രീയമായി നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, അത്തരം തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അത് തിരുത്തുന്നതിലൂടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ആശയങ്ങളെ, ആദർശങ്ങളെ, അടിസ്ഥാന വിശ്വാസങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുവാൻ സാധ്യമാകുന്നത്. ഇസ്ലാം പ്രോജ്വലമായ ഒരു പ്രകാശമാണ്. ആ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആര് ശ്രമിക്കുന്നുവോ ആ ശ്രമങ്ങളെല്ലാം ആ പ്രകാശത്തെ കൂടുതൽ ദീപ്തമാക്കാൻ, കൂടുതൽ പ്രകാശമാനമാക്കാനാണ് സഹായകമാവുക. ഈ സഅദി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇസ്ലാമികമായ വിമർശനങ്ങളെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും, അത്തരം വിമർശനങ്ങൾ ആവശ്യമാണ് എന്നാണ്. അതൊക്കെ നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആ പ്രകാശം പൂർത്തിയാക്കപ്പെടുന്നത്. അതിൻ്റെ യഥാർത്ഥമായ ഒരു ക്ലാരിറ്റി, വ്യക്തത നാം നൽകുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്നാണ്. ജനിച്ച മതം ഏതാണെന്ന് നോക്കിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ്
നാടിനു നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ എന്നാണ്. വളരെ അപകടകരമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു പരാമർശമാണ് സഹോദരൻ. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ എല്ലാം. കാരണം ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും രൂപപ്പെടുന്നതെന്നാണ്. മനുഷ്യന്റെ ആരംഭം മുതൽ അള്ളാഹു സ്വർഗനരകങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകന്മാർ ആ സന്ദേശങ്ങൾ അറിയിച്ചു കൊടുക്കാത്ത ഒരു മനുഷ്യരും ലോകത്തില്ല. അതിനെത്ര കാലത്തെ പഴക്കമുണ്ടോ, സ്വർഗമുണ്ട് നരകമുണ്ടെന്ന ആളുകളോട് പ്രവാചകന്മാർ പറയുമ്പോൾ അത് കെട്ടുകഥകളാണ്, പഴംപുരാണങ്ങളാണ്, മിഥ്യയായ സങ്കല്പങ്ങളാണ്, മറ്റു വേദങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതാണ്. അങ്ങനെ പല പല ആരോപണങ്ങളും പരലോകം പറയുന്ന കാലം മുതലുള്ള ആരോപണങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അത് പല സ്ഥലങ്ങളിലായി പറയുന്നുണ്ട്. യഇദുക്കും അന്നക്കും ഇദാ മിത്തും വകുന്തും തുറാബൻ വഇലാമാ അന്നക്കും മുഖ്റജൂൻ. അദ്ദേഹം, ആ പ്രവാചകൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. മരിച്ചിട്ട് കബറിന്ന് എഴുന്നേറ്റ് വരുമെന്നും മണ്ണായി എല്ലായി തീർന്ന ശേഷം മുഖ്റജൂൻ, ഭൂമിയിൽ നിന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ടോ ആ പ്രവാചകൻ? ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ. എത്ര വിദൂരമാണ് ഈ പറയുന്നത്. എങ്ങനെ സംഭവിക്കാനാണ്? മരിച്ചിട്ട് ആൾക്കാർ തിരിച്ചു വരിക എന്നുള്ളത് എങ്ങനെ സംഭവിക്കും? ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. നമ്മൾ ഈ ജീവിക്കുന്ന ഒരു ജീവിതം മാത്രമേ ജീവിതമുള്ളൂ. ഇവിടെ സ്വർഗ്ഗമാണെങ്കിൽ ഇവിടെ സ്വർഗം, ഇവിടെ നരകമാണെങ്കിൽ ഇവിടെ നരകം. അതല്ലാതെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പ് നിൽക്കുമെന്നൊന്നും പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. പക്ഷേ പരലോകമില്ല അല്ലെങ്കിൽ പടച്ചോനില്ല എന്നൊക്കെ ആരെങ്കിലും പറയാൻ ശ്രമിച്ചാലുള്ളൊരു പ്രശ്നം തരും. ഊർക്കന്നെ അത് സത്യസന്ധമായി പറയാൻ കഴിയും. മനസ്സിൽ ഒരു കുറ്റബോധമുണ്ടാകും. ഫിർഔനിന് പോലും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ സത്യസന്ധമായി പറ്റിയിട്ടില്ല എന്നാ ഖുർആൻ മനസ്സിലാകും. കാരണം എന്താ? മനുഷ്യന്റെ പ്രകൃതിക്കുള്ളിൽ, ആ മനസ്സിനുള്ളിലുണ്ട് ഒരു സ്വർഗ്ഗമില്ലാതെ പറ്റൂല. ആ മനസ്സിന്റെ ഉള്ളിലുണ്ട് ഞാൻ ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പടച്ചമില്ലാതെ പറ്റൂല എന്നാണ്. ഒരു രക്തക്കുഴലിനെ കുറിച്ചൊരു ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആ രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ അതിന് 3 ലെയർ ഉണ്ടെന്നാണ്. ഏറ്റവും ഉള്ളിലെ ലെയറിൽ മൊസൈക്ക് പോലെ ആ രക്തത്തിന് നല്ല ഒഴുകിപ്പോകാൻ പറ്റുന്ന രൂപത്തിൽ മിനുസമായൊരു പ്രതലമുണ്ടെന്നാണ്. അതിന്റെ തൊട്ടു പിന്നിലുള്ള ഒരു പ്രതലം അതെങ്ങനെയെന്ന് വെച്ചാൽ അതിന്റെ മസിലുകളാണ്. ആ രക്തക്കുഴലിനെ വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും പറ്റുന്ന മസിലുകൾ. അതിന് തൊട്ട് താഴെ വീണ്ടും ഒരു ലെയറുണ്ട്. അതിനെ മുഴുവനും സംരക്ഷിക്കാൻ വേണ്ടി കവചം ചെയ്യുന്നു. അതാണ് നമ്മളൊരു രക്തക്കുഴൽ. ആലോചിക്കും നിങ്ങൾ. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരാളില്ല എന്ന് പറയാൻ സത്യസന്ധമായി മനസ്സുകൊണ്ടൊരാൾക്ക് പറ്റൂ? ഒരിക്കലും പറ്റില്ല സുഹൃത്തുക്കൾ. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ സത്യസന്ധമായി പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ആദ്യത്തെ വാചകത്തിൽ ജനിച്ചത് കൊണ്ടാണ് മുസ്ലിം ആയിരുന്നത്. ഇതൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലോ ഒരു സ്വർഗനരകങ്ങളുടെ അടിസ്ഥാനത്തിലോ സ്വീകരിച്ചല്ലോ. ഒരാളെ ജനിച്ചു, ഓ മുസ്ലിമായി. എന്തിനാ അങ്ങനെ പറയണത്? ഇതൊന്നും ഒരു സത്യമല്ല. ഇതൊക്കെ ഓരോരുത്തരും ജന്മനാ സ്വീകരിച്ച ഒരു ആശയം എങ്ങനെ ഒരു ആദർശമാകും, ഒരു സത്യമാകും, ജനങ്ങളെല്ലാവരും സ്വീകരിക്കണം. അപ്പൊ അതൊന്നും സ്വീകരിച്ചോളന്നില്ല. ഒരു ജയിൽ ജനിച്ചോൽ അതനുസരിച്ച് പോയാൽ മതി എന്ന് പറയുന്ന സുഹൃത്തുക്കളെ മനസ്സിന്റെ ഒരു കുറ്റബോധമാണ്. സത്യത്തിന് അതല്ല സത്യം എന്ന് പറഞ്ഞാൽ ജനിച്ചോല് മാത്രമേ, ഇസ്ലാമിൽ ജനിച്ചോല് മാത്രം അന്നത്തെ മുസ്ലിങ്ങൾ മുഴുവൻ. ഒരുപക്ഷെ ഇനി ജന്മനായുള്ള മുസ്ലിങ്ങളെ പോലും അതിജീവിക്കുന്ന കണക്കാണ് ഇസ്ലാമിലേക്ക് ഒഴുകി വരുന്ന പുതിയതായി റിവർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ച്. അത്ര ജനസാഗരങ്ങൾ ഒഴുകി വരും. ഇപ്പൊ ജനിച്ചോര് മാത്രമല്ല മുസ്ലിം ആയിട്ടുണ്ട്. പിന്നെ മറ്റൊന്നുമില്ല. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഒരു പക്ഷേ ഈ ആദർശങ്ങൾ പിന്നെ ഒരാൾ ജനിച്ച മുസ്ലിം ആവൂ? ഒരാൾ ജനിച്ചു, അയാൾ നിസ്കരിക്കണമൊന്നുമില്ല, അയാൾ പടച്ചുകൊണ്ട് മുസ്ലിം ആവും? ജനിച്ചാലും മുസ്ലിം ആവൂല. ജനിച്ചിട്ട് ഈ വിശ്വാസങ്ങളൊക്കെ സ്വീകരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത്? ഒരാള് മുസ്ലിം ആകുന്നത്. അബൂ സുഫിയാൻ, നബിന്റെ കാലത്ത് അബൂ സുഫിയാൻ ഇസ്ലാമിന് അഭയം കൊടുത്തവർക്ക് അഭയം കൊടുക്കുന്നു പറയാൻ ഹിർക്കൽ രാജാവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഹിർക്കൽ അബൂ സുഫിയാനെ വിചാരണ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അയസീദൂന അം യൻഖുസൂൻ. ഈ മുഹമ്മദിന്റെ കൂടെ ആള് കൂടുകയാണോ കുറയാണോ? കൂടുകയാണ്. അടുത്ത ചോദ്യം, ആ ഇസ്ലാമിന്റെ ആ ബശാശത്ത്, ആ ഒരു മഹത്വം മനസ്സിലാക്കി ആരെങ്കിലും പിന്നെ ഇന്ന് പോണുണ്ടോ? ആരും പോണില്ല. തല കൊയ്തിട്ടും ഒരാളും ഇസ്ലാമെന്ന് പോണില്ല. അതെന്തോടെ സുഹൃത്തുക്കളെ? ജന്മം കൊണ്ട് സ്വീകരിച്ചുകൊണ്ടല്ല, അത് ഉൾക്കൊണ്ട ഒരുത്തന് പിന്നെ ഇത് പോകാൻ കഴിയില്ല. മനുഷ്യന്റെ പ്രകൃതി ഉണ്ടല്ലോ, ഫിത്രത്തല്ലാഹ്, അതന്നെ ഇസ്ലാമിനെ തേടുന്നതാണ്.
നമ്മൾ ഭയങ്കര ക്ലാസ് ഒക്കെ എടുത്തത് മുഴുവൻ പഠിപ്പിച്ചിട്ട് ഒരാൾ മുസ്ലിം ആകണത് അല്ല. ഒരു ചെറിയ ആശയം മതി ഇസ്ലാമിലേക്ക് വരാം, പിന്നെയാണ് അയാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത്. അല്ലാതെ 100% അപ്പൊ അത്ര ചെറിയൊരു ആശയം കൊണ്ട് ഒരാൾ എന്ത് ചെയ്യാം, ഇസ്ലാമിലേക്ക് വരാമെന്നുള്ളതാണ് വേണം. പിന്നെ ഒരു മുസ്ലിമായ ഒരാൾ ജീവിക്കുമ്പോൾ അയാൾക്ക് നരകമാണ്. അങ്ങനെ നമ്മളൊക്കെ വിചാരിക്കുന്നു, ഞാൻ ഇസ്ലാം ആയതുകൊണ്ട് എനിക്ക് ഈ ലോകം ആസ്വദിക്കാൻ പറ്റാതെ പോയി, ഈ സുഖങ്ങൾ അറിയാതെ പോയി. ഒരാൾ കള്ളുഷാപ്പിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നലുണ്ടോ സുഹൃത്തുക്കളെ, ഓനൊക്കെ എന്തൊരു ഭാഗ്യവാനാണ്, കള്ളൊക്കെ കുടിച്ച് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നല്ലോ. നമുക്ക് സഹതാപം തോന്നുക. ജീവിതത്തിൽ ഇന്ന് വൈകുന്നേരം വരെ അധ്വാനിച്ചത് ഈ ഷാപ്പ് കൊണ്ടുപോയി കൊടുക്കുകയാണല്ലോ ഈ സുഹൃത്ത്, എന്താണ് അയാൾ. എന്നിട്ട് അയാളെ കരളും കിഡ്നിയും ഒക്കെ അടിച്ചു പോകാവുന്ന ഈ വിഷപദാർത്ഥം കുടിക്കുന്നല്ലോ എന്ന സഹതാപമല്ലേ തോന്നുന്നത് സുഹൃത്തുക്കളെ? ഇസ്ലാമിനെ ഏറ്റവും ഉൾക്കൊണ്ട് ഇസ്ലാമികമായി ജീവിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളുണ്ട്, നാടുകളുണ്ട്. അവിടുത്തെ ആളുകൾ നരകത്തിലാണ് ജീവിക്കുന്നത്. നല്ല ഭൗതിക ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതത്വത്തിലും സമാധാനത്തിലും ജീവിക്കാൻ പറ്റുന്നത്. അങ്ങനെ വിശ്വാസത്തിനൊരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരാൾ മുസ്ലിമായി സ്വർഗം വിശ്വസിച്ചാൽ അവന്റെ ദുനിയാവൊക്കെ നരകമാകുമെങ്കിൽ, സ്വാഭാവികമായും അവരൊക്കെ എത്ര കഷ്ടപ്പെടണം. ഇന്നും ജീവിക്കാൻ നിവർത്തി കിട്ടുന്നെങ്കിൽ പല നാട്ടുകാരും അങ്ങോട്ടേക്ക് ചെല്ലുക. എത്ര സമാധാനത്തിലും എത്ര സന്തോഷത്തിലും എത്ര ഐശ്വര്യത്തിലും സുഖവിഭവങ്ങളിലുമാണ് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ചോൻ പറഞ്ഞാണ്, ഇസ്ലാമിനെ സ്വീകരിച്ചതുകൊണ്ടും സ്വർഗ്ഗണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടും ഒരാൾക്ക് ഇവിടെ നരകാവൂല. മൻ അമില സ്വാലിഹൻ മിൻ ദകറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. വിശ്വസിക്കുകയും സൽക്കർമ്മവും ചെയ്താൽ അവർക്ക് ഞാൻ ഹയാത്തുൻ ത്വയ്യിബ എന്നാണ്, ഒരു നല്ല ജീവിതം കൊടുക്കുന്നു. എന്താ നല്ല ജീവിതം? വദാലിക ബിത്വനീനത്തിൽ ഖൽബ്, ഹൃദയത്തിന് ഭയങ്കര സമാധാനം എന്നാണ്. ഹൃദയത്തിന് ഭയങ്കര സമാധാനം, അതാണ് ഹയാത്തുൻ ത്വയ്യിബ. അതേപോലെ തന്നെ വസുഖുൻ നഫ്സി, അവന്റെ മനസ്സിന് ഭയങ്കര ശാന്തത കിട്ടുമെന്നാണ്. ഒരു പ്രശ്നവും അവനെ അലട്ടൂല എന്നാണ്. വയർസുഖുല്ലാഹു റിസ്ഖൻ ഹലാലൻ ത്വയ്യിബ, നല്ല ഭക്ഷണം, ദീനിയായി ജീവിക്കുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം അള്ളാഹു കൊടുക്കും എന്നതാണ്. സുഹൃത്തുക്കളെ, എത്ര മാത്രമാണ് ഇസ്ലാമിന്റെ വിശ്വാസ കർമ്മങ്ങളൊക്കെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് തരുന്ന നന്മകൾ. ഒന്ന് വിശ്വാസമൊക്കെ. ഇന്ന് ലോകം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം തരങ്ങൾ? ഫലസ്തീനിൽ 2 കൊല്ലം എങ്ങനെ ആ സ്ത്രീകളും കുട്ടികളൊക്കെ ആ ഗസയിൽ പിടിച്ചു നിന്നു? മേലെങ്ങനെ ബോംബ് പെയ്യുമ്പോഴേ അവർക്ക് എങ്ങനെ പറ്റി? മയ്യത്തുകൾ ഇങ്ങനെ കൂട്ടിയിടുന്ന ദിവസം ഇങ്ങനെ കാണുകയാണ്. അവിടുന്ന് പൊയ്ക്കൂടെ? 5 ലക്ഷം ആളുകൾ പാലായനം ചെയ്തിട്ടും ഇന്നും അവിടെ ആളുണ്ടല്ലോ. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം, നിർഭയത്വം. അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്ന ഒരു മുഅ്മിന് കിട്ടുന്ന ധൈര്യം നോക്കൂ നിങ്ങൾ. നരകഭൂമിയിൽ പോലും സ്വർഗസമാനമായ ഒരു മനസ്സുകൊണ്ട് ജീവിക്കാൻ പറ്റിയത് ഈമാൻ കൊണ്ടാണ്, വിശ്വാസം കൊണ്ടാണ്. മരിച്ചാൽ, ആ ചിരിച്ചു മരിച്ചാൽ നാളെ സ്വർഗത്തിൽ ചിരിച്ചെഴുന്നേൽക്കുമെന്ന വിശ്വാസം, ആ സ്വർഗം അവർക്ക് ഉപകാരപ്പെട്ടത് എവിടെയെങ്കിലുമല്ല, ആ യുദ്ധഭൂമിയിൽ ബോംബുകൾക്കിടയിൽ മനസ്സമാധാനം നൽകാൻ ഒരു വിശ്വാസത്തിന് പറ്റും. നമുക്കൊക്കെ എത്ര കിട്ടും? ഇനി കർമ്മങ്ങളാണ് സുഹൃത്തുക്കളെ. യാത്ര ഇങ്ങനെ പോണ സമയത്ത് വല്ലാതെ മുഷിപ്പുണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞ ഇസ്ലാം കൊണ്ട് അനുഭവിക്കുന്ന ആസ്വാദനം ഉണ്ടല്ലോ, നമ്മളൊക്കെ ഒന്ന് അറിയണം. അതിനാണ് ഈ പറയണം. കർമ്മങ്ങൾ, യാത്ര ഇങ്ങനെ പോകുമ്പോൾ മുഷിപ്പുണ്ടാവില്ലേ യാത്രക്കാരന്? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് എന്താ പറയാ? അരിഹ്ന ബിഹയാ ബിലാൽ, ബിലാലെ ബാങ്കൊടുക്ക്, നമുക്കൊന്ന് സന്തോഷിക്കാം, ഒന്ന് ആശ്വസിക്കാം, ഒന്ന് വിശ്രമിക്കാം, ഒന്ന് റെസ്റ്റ് എടുക്കാം. അപ്പൊ 5 നേരം നിസ്കാരത്തിന് ആ കടയിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടൊന്ന് മുഖമൊക്കെ കഴുകി പള്ളി കയറുമ്പോൾ കിട്ടുന്ന ഒരു ആഹ്ലാദവും ആനന്ദവും കിട്ടാൻ വേറെ എന്തെങ്കിലും വഴി വിശ്വാസമില്ലാത്തവർക്കുണ്ടോ സുഹൃത്തുക്കളെ ലോകത്ത്? നോമ്പ് തുറക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അത് അപ്പം തന്നെ കിട്ടും. ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് ആ സന്തോഷം കിട്ടുക. പകൽ പട്ടിണി കിടന്ന് ആ ബാങ്ക് കേൾക്കുമ്പോൾ ഒരു കാരക്കച്ചികൾ ബിസ്മി ചൊല്ലി വായിലേക്ക് കിട്ടുന്ന ആ നിർവൃതി ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ഒരു മുഅ്മിനാകണം, വിശ്വാസിയാവണം, സ്വർഗം ആഗ്രഹിക്കണം. അല്ലെങ്കിൽ സ്വാഇമി ഫർഹത്താൻ. ഹജ്ജിനെ കുറിച്ച് അള്ളാഹ് ഖുർആനിൽ ഉപയോഗിച്ചൊരു പദം തരങ്ങൾ, അതൊന്ന് കേൾക്കണം. ഹജ്ജിനെ കുറിച്ച് കേട്ട പദം അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂനർ റാക്കിഊനസ് സാജിദൂൻ. സ്വർഗം കിട്ടുന്ന ആൾക്കാരെ ഗുണം പറഞ്ഞപ്പോൾ അതില് പശ്ചാത്തപിക്കും, ആരാധന ചെയ്യും, അള്ളാഹിനെ സ്തുതിക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അസ്സായിഹൂൻ. സിയാഹത്ത് പറഞ്ഞാൽ ശരിക്കും തരം ടൂറാണ്. ഹജ്ജ് ടൂറാന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ഹജ്ജിന്റെ യാത്രയിൽ കിട്ടുന്ന ഒരു യാത്രാ നിർവൃതി, ഒരു മനുഷ്യന് യാത്ര തന്നെ നിർവൃതിയാണ്. പക്ഷെ ഹജ്ജിന്റെ യാത്രക്ക് കിട്ടുന്ന നിർവൃതി, ഉംറക്കുള്ള യാത്ര കിട്ടുന്നത്, പള്ളിക്ക് പോകുമ്പോൾ ആ നടത്തത്തിൽ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ. തീർത്ഥാടനങ്ങൾക്കും ഭക്തിക്കും ആരാധനക്കും വേണ്ടി പോകുന്ന യാത്രകളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ സായഹൂൻ, യാത്ര ചെയ്യുന്ന പറഞ്ഞ
അതൊരു ആനന്ദം തന്നെയാണ്. ലോകത്ത് എവിടെയെങ്കിലും പോയിട്ട് പിന്നെയും പോകണം എന്ന് നമുക്ക് തോന്നല് മക്കത്ത് പോയാൽ തന്നെയാണ്. ആ യാത്രക്കുള്ള അതാ നിർവൃത്തി ആർക്കും വിശ്വാസിക്കല്ലേ കിട്ടുള്ളൂ. ഹജ്ജിന് പോകാൻ ആർക്കാ പറ്റുക? ആ പുണ്യഭൂമിക്ക് കയറണമെങ്കിൽ മുസ്ലിം ആവണം, അല്ലാത്തവന് പറ്റൂല. സുഹൃത്തുക്കളെ, സ്വഭാവത്തിലുള്ള ഗുണം നമ്മളൊക്കെ നമുക്ക് ടെൻഷൻ അടിക്കരുത്. സ്വഭാവത്തിൽ പറ്റും. ഒരാളെ പറ്റി ഒരു ദുഷിച്ച വാക്ക് പറഞ്ഞാൽ നമ്മുടെ നാവൊന്ന് പിഴച്ചാലേ നമുക്ക് മരിക്കോളം സമാധാനം ഉണ്ടാവില്ല. അപ്പൊ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്ന മാനസിക സന്തോഷങ്ങൾ എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ സ്വർഗം ഉണ്ടോ ഇല്ലെന്ന എന്ത് സംശയ സുഹൃത്തുക്കളെ അതിലൊക്കെ. ഞാൻ പറയാം, ലോകത്ത് ഒന്നാമത്തെ മനുഷ്യൻ ഇന്നത്തെ മനുഷ്യൻ വരെ ഒരു നാണയം ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പിന്നിൽ എന്താണ് ആ വിശ്വാസത്തിന് പിന്നെ സ്വർഗമുണ്ട്. ആ സ്വർഗമുണ്ട് എന്ന് അള്ള പറഞ്ഞതിൽ വിശ്വസിച്ചിട്ട് ജീവൻ കൊടുത്ത ആളുകളോട് അള്ള പറഞ്ഞ വാക്ക് അള്ള തെറ്റിക്കൂ? വമൻ നസ്തഖു മിനല്ലാഹി ഖീല. അള്ള ഒരിക്കലും തെറ്റിക്കൂല. നമ്മക്കൊരു തെളിവ് ആവശ്യമില്ല. പടച്ചോൻ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. ഖുൽ ബലാ വറബ്ബി ലതുബഅസുന്ന തുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും വദാലിക അലല്ലാഹി യസീർ. പരലോകമില്ല എന്ന് സത്യനിഷേധികൾ പറഞ്ഞു. കുൽ നബിയെ പറഞ്ഞു, ബലാ വറബ്ബി, എന്റെ റബ്ബാണേ സത്യം, ലതുബഅസുന്ന, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. പടച്ചോൻ പറഞ്ഞാൽ പിന്നെ എന്താണ്? ആലോചിച്ചു സുഹൃത്തുക്കളെ. ഖുർആൻ പറയുന്നുണ്ട്, ഭൂമിന്റെ മുകളിൽ ജീവിക്കുന്നവർക്ക് ഭക്ഷണം, മരിച്ച ആളുകളെ മുഴുവനും ഭൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാൽ സുരക്ഷിതം. ഖുർആനിൽ അല്ലാഹ് പറയണത്, അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅൻ വഅംവാത വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാത്തിൻ വഅസ്ഖൈനാകും മാഅൻ ഫുറാത വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബിൻ. ഭൂമിയെ ഞാൻ മതിയാക്കി തന്നില്ലേ? ഭൂമിയെ ഞാൻ മതിയായതാക്കി തന്നില്ലേ? എന്ത് മതിയായത്? ജീവിക്കുന്നവർക്കൊക്കെ ഭൂമിയിൽ നിന്ന് കിട്ടും, മരിച്ചോല് ഭൂമിന്റെ അടിയിലേക്ക് പോവും. ഇതൊക്കെ ഉൾക്കൊള്ളുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നൊരു പടച്ച തമ്പുരാൻ ഒരു പരലോകം, ഒരു സ്വർഗവും ഒക്കെ എന്ത് ചെയ്യാണോ സുഹൃത്തുക്കളെ? അസാധ്യമായ കാര്യമാണ്. വേണ്ടേ ഒരു ദിനം? നീതിക്കൊരു ദിനം വേണ്ടേ സുഹൃത്തുക്കളെ? മനസ്സിലായില്ലേ? ഉമ്മാനെ കുത്തിക്കൊല്ലുമ്പോ അപ്പുറത്തുനിന്ന് കരയണ കുട്ടിന്റെ കാല് മേലേക്ക് പിടിച്ചിട്ട് തല അടിച്ച് പൊട്ടിച്ച് കൊന്ന നമ്മൾ വായിച്ചതല്ലേ സുഹൃത്തുക്കളെ? വർഗീയതയുടെ ആ ഒരു ഭീകരമായ രംഗം. നീതി വേണ്ടേ? ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. കൊലപാതകമല്ല, അണ്ണും മണ്ണി തൂക്കം തിന്മ. ഇന്നത്തെ കച്ചവടത്തിൽ ഒരുത്തന്റെ 10 രൂപ അറിഞ്ഞ് പോക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ടാളെയും പാടെ അവിടെ കൊണ്ടുപോയിട്ട് ഒന്നിച്ച് നിർത്തിയിട്ട് ആ 10 റുപ്യ വാങ്ങിക്കൊടുക്കാൻ ഒരു ലോകം വേണ്ടേ? അതാ പരലോകം, അതാ സ്വർഗം, അതാ നരകം. അയൽവാസിന്റെ പട്ടിണി കണ്ട് അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ കാർ കൊടുത്ത് രാവിലെ പോരുന്ന ആൾക്കാരുണ്ടാവും. അയൽപക്കക്കാരന്റെ വീട്ടിലേക്ക് മാസാമാസം തനിക്ക് ഭക്ഷണം വാങ്ങുമ്പോൾ വാങ്ങിക്കൊടുക്കുന്ന സാധു ഉണ്ടാവും, ആരും അറിയാതെ. എല്ലാവരും ഒരേപോലെ ആവാൻ പറ്റൂലല്ലോ. പിന്നെ വെറുതെയാണോ സുഹൃത്തുക്കളെ ഈ അത്ഭുതകരമായ ശരീരവും സമൃദ്ധമായ ഭൂമിയും തന്ന് പടച്ചോ നമ്മളെ വെറുതെ ഉണ്ടാക്കിയതാ? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാ? തിരിച്ചു വരാനൊരു ലോകം വേണ്ടേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഒരുത്തനെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിനെന്ത്? ഒരു ടിഷ്യൂവിൽ നിന്നൊരു മനുഷ്യനുണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ജീവി ഉണ്ടാക്കാം എന്നതിന്റെ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ലോകത്ത് ഒരു 10-70 കിലോ കബർ കൊണ്ടുവച്ചിട്ട് ഇന്ന് അത് രണ്ടാമതൊരിക്കൽ കൂടെ വരും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ എന്താണ്? ഫസയഖൂലൂന മൻ യുഈദുനാ ഖുലില്ലദീ ഫതറക്കും അവ്വല മറ. അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങളെ ആരാണ് തിരിച്ചു കൊണ്ടുവരുന്നത്? ഖുലില്ലദീ ഫതറക്കും അവ്വല മറ. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചതാരാണോ അവൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. ജീവിതത്തിന് ഓരോ ഘട്ടങ്ങളില്ലേ സുഹൃത്തുക്കളെ? ഒരു നിസ്സാരമായ ബീജാണു എത്ര ഘട്ടങ്ങളിലൂടെയാണ് ഗർഭപാത്രത്തിലൂടെ കടന്നു വന്നത്. ആ ഗർഭപാത്രങ്ങളുടെ ഘട്ടങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് അവസാനം നിങ്ങൾ മരിക്കും, പിന്നെ രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യും? തിരിച്ചു കിട്ടുമെന്നാണ്, തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. അപ്പോ ഈ സ്വർഗം എന്നോ പുലരുമെന്നോ പുലരില്ലെന്നോ വിചാരിക്കാവുന്ന ഒരു സ്വർഗം ആഗ്രഹിച്ചിട്ട് ഈ ദുനിയാവിൽ ഒരു നഷ്ടവും പറ്റിയില്ല എന്ന് മനസ്സിലായില്ലേ സുഹൃത്തുക്കൾ? അതിലുപരി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഉപകാരം കിട്ടുന്നതാണ് നമ്മളെ ഈ വിശ്വാസം. വിശുദ്ധ ഖുർആനിലെ നമുക്ക് എല്ലാവർക്കും മനപ്പാടമുള്ള ഒരു സൂറത്തില്ലേ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ
ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ഇത്ര സുന്ദരമായ ഒരു ആദർശം ഒരു മുസ്ലിമിന്റെ മനസ്സിലല്ലാതെ ആരെ മനസ്സിലുള്ളത് സുഹൃത്തുക്കളെ? മതത്തെ കളവാക്കിയവനെ നീ കണ്ടില്ലേ? പരലോകത്തെ കളവാക്കിയവനെ നീ കണ്ടില്ലേ? പരലോകത്തെ കളവാക്കിയാൽ എന്താ? പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കിട്ടൂല. പരലോകത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് വിശക്കുന്ന തനിക്ക് കിട്ടിയ ഭക്ഷണം പകുത്ത് നൽകിയത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. പരലോകത്തെ കളവാക്കിയവനെ നീ കണ്ടില്ലേ? അല്ലെങ്കിൽ ദീനിനെ കളവാക്കിയവനെ നീ കണ്ടില്ലേ? അറഅയ്തല്ലദീ ഫദാലികല്ലദീ യദ്ഉൽ യതീം. അനാഥയെ അവൻ ആട്ടി ഓടിച്ചു. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല. പാവപ്പെട്ട ഒരുത്തനെ കാണുമ്പോഴേ ഒരു മുസ്ലിമിനെ സഹായിക്കാനുള്ള മനസ്സില്ലേ സുഹൃത്തുക്കളെ? അതുണ്ടായത് എന്നോ പുരാരിക്കുന്ന ഒരു സ്വർഗത്തെക്കുറിച്ച് വിശ്വസിക്കണോണ്ടാണ്. പൈസ കൊടുക്കണമെങ്കിൽ അത് അതിന്റെ തിരിച്ചെന്ത് കിട്ടുന്ന ആലോചിച്ചിട്ടേ മനുഷ്യൻ പൈസ കൊടുക്കുള്ളൂ. വേറെ എന്തിനു പോലെ ഞാൻ 10 റുപ്യ കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടുന്നതാണ്. ഞാൻ 10 റുപ്യ കിട്ടി കൊടുത്താൽ അത് സുംബുല 70 കതിരുകളായി 700 കതിരുകളായി വലിയ മലകളായി കൂമ്പാരങ്ങളായി സ്വർണ്ണ മലകളായി സ്വർഗത്തിൽ തിരിച്ചു കിട്ടുന്ന വിശ്വസിക്കുന്നതുകൊണ്ടാണ് സുഹൃത്തുക്കളെ വൈകുന്നേരം കഷ്ടപ്പെട്ട് കിട്ടിയ പൈസയായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ന് കൈനീട്ടി വരുന്നവന് 100 രൂപ കൊടുക്കാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കുന്നത് പരലോകമുള്ളത് കൊണ്ടാണ്. സ്വർഗത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നരകത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. എത്രമാത്രം വലിയ പരിവർത്തനങ്ങൾ ആളുകളുമായുള്ള ബന്ധങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ പരലോകത്തെക്കുറിച്ച് പിന്നെ സ്വർഗം അത് യാഥാർത്ഥ്യമാകും. അപ്പൊ സുഹൃത്തുക്കളെ ഈ മനുഷ്യന്മാരൊക്കെ അവിടുന്ന് കാണുന്ന പറയണത്. ഈ സ്വർഗത്തെ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരൊക്കെ ഒന്നിച്ച് എന്ത് ചെയ്യുന്നറിയോ? പരലോകത്ത് വെച്ച് കാണും. ആ രംഗമാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹ. കുറ്റവാളികളായ ആളുകൾ, ഇസ്ലാമിന്റെ വിരോധികൾ, അവരൊക്കെ എന്തു ചെയ്യുന്നറിയങ്ങൾ? സത്യവിശ്വാസികളായ ആളുകളെ നോക്കി ചിരിക്കും. ഈ സ്വർഗത്തിൽ അവരൊക്കെ വിശ്വസിക്കണത്, ഈ പരലോകത്തിൽ അവരൊക്കെ വിശ്വസിക്കണത്, ഏത് കാലത്ത് അവർ ജീവിക്കണത് എന്നവർ ചോദിക്കും. വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ. ഒരു വിശ്വാസി നടന്നു പോകുമ്പോൾ അവർ കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കും. പോടും അന്ധവിശ്വാസി എന്നൊരു പക്ഷേ അവർ പറയും. വഇദൻ ഖലബൂ ഇലാ അഹ്ലിഹിം ഖലബൂ ഫഖീൻ. അവരാൾക്കാരൊക്കെ പാടെ ഒരുമിച്ച് കൂടുമ്പോൾ അവർ തമാശ പറയും, പരിഹാസം പറയും, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് അവർ കളിയാക്കി പറയും. വഇദാ റഅൗഹും ഖാലൂ ഇന്ന ഹൗലാഇ ലദാല്ലൂൻ. വിശ്വാസികളെ കണ്ടാൽ അവർ പറയും, ഇതാ പഴച്ച ആൾക്കാർ, വഴിതെറ്റിപ്പോയ ആളുകൾ, വിഡ്ഢികൾ, ഇതാ പോകുന്നു എന്നവർ പറയും. വമാ ഉർസിലൂ അലൈഹിം ഹാഫിളീൻ. ഇത് നോക്കാൻ ഓലാരെ ഏൽപ്പിച്ച്? നമ്മളെ വിശ്വാസത്തെ പരിശോധിക്കാൻ അവരെ ആരാണ് ഏൽപ്പിച്ച സുഹൃത്തുക്കളെ? അവരാരതിന് കാവലാക്കി നിശ്ചയിച്ചത്? ഇതിനെയൊക്കെ നിരൂപണം ചെയ്യാൻ അവർക്കാരാണ് അധികാരം കൊടുത്തത്? ഇതൊക്കെ ചോദ്യം ചെയ്യാൻ, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ അവരോട് ആരാണ് പറഞ്ഞത്? ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ. ഇന്ന് വിശ്വാസികൾക്ക് അവരെ നോക്കി ചിരിക്കാനുള്ള ദിവസമാണ്. അന്ന് കളിയാക്കിയ പരലോകമാണിത്. അന്ന് നിങ്ങൾ പരിഹസിച്ച സ്വർഗമാണിത്. അന്ന് നമ്മൾ നിങ്ങൾക്ക് താക്കീത് ചെയ്ത നരകമാണിതെന്ന് പറയാൻ ഒരവസരം ഇന്ന് നിങ്ങൾക്ക് കിട്ടും, പരലോകത്ത് കിട്ടുന്ന. അപ്പൊ നമ്മളെ വിശ്വാസം നമ്മൾ ശരിക്ക് പഠിച്ചുൾക്കൊള്ളണം. നമ്മുടെ പുതുതലമുറക്ക്, കുട്ടികൾക്ക് സ്വർഗവും നരകവും ആഗ്രഹവും പ്രദേശവും ഭയവുമായി ഹൃദയത്തിലുണ്ടാക്കണം. അതിന്റെ തെളിവ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് ബോധ്യപ്പെടുമ്പോൾ ആത്മാർത്ഥമായി സ്വർഗത്തെ ചോദിക്കണം, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകത്തിൽ രക്ഷപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സ്തുതി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തണം. സുഹൃത്തുക്കളെ, ഓരോ മേഖലയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഓരോ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിയോട് പറയേണ്ടതല്ല നമുക്കൊരു അധ്യാപകരോട് പറയാനുള്ളത്. അതേപോലെ തന്നെ ഒരു സാധാരണ ഒരാളോട് പറയാനുള്ളത് എല്ലാവരുടെയും മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവും. അവരുടെ ജീവിതവും അവരുടെ ജീവിത തലങ്ങളൊക്കെ വെച്ച് ഇസ്ലാമിന്
അവർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് തെറ്റിദ്ധാരണ, പ്രൊഫഷണലായ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു സമ്മേളനം ഇന്ന് നടക്കുകയാണ്, അപ്പോൾ എന്തിനാണ് അവർക്കൊന്ന് വേറെ, അധ്യാപകന്മാർക്ക് വേറെ, ഡോക്ടർമാർക്ക് വേറെ, എഞ്ചിനീയർമാർക്ക് വേറെ എന്ന് ആൾക്കാർ ചോദിക്കും. അത് അവരിപ്പോൾ ഡോക്ടർമാരാവുന്നതുകൊണ്ട് അവർക്കൊരു പ്രത്യേക സമ്മേളനം, അതിൽ വേറെ ആരും വന്നിരിക്കാൻ പറ്റൂല എന്നതല്ല സുഹൃത്ത്. ഇതിൻ്റെയൊക്കെ കാര്യം ഓരോ തരത്തിലും ജീവിക്കുന്ന ആളുകളോട് നമ്മൾ അത് വെച്ച് പറയുമ്പോൾ, കച്ചവടക്കാരോട് അത് വെച്ച് പറയുമ്പോൾ, അധ്യാപകരോട് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവർക്ക് കൂടുതൽ അത് ഉൾക്കൊള്ളാൻ പറ്റും. അവരോട് പറയേണ്ട ധാർമ്മിക പ്രശ്നങ്ങൾ വേറെ ആയിരിക്കും. ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥിയോട് നമുക്ക് പറയേണ്ട ധാർമ്മികത, അവൻ എങ്ങനെ തഖ്വയുള്ളവനാകണമെന്ന് പറയാൻ അവൻ്റെതായ ഒരു ഭാഷയുണ്ട്, അവന് മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട്, അവനോട് പറയേണ്ട ചില മൂല്യങ്ങളുണ്ട്, അത് പറയാനാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അത്തരം പ്രത്യേക തലങ്ങളെ വേർതിരിച്ച് അവർക്ക് സമ്മേളനങ്ങളും പ്രസംഗങ്ങളും പ്രഭാഷണം നടക്കുമ്പോൾ അവിടെ അത്തരം നമുക്ക് പരിചയമുള്ളൊരു അധ്യാപകനെ കാണുമ്പോൾ അവന് ഒരു അധ്യാപകന്റെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ, ഒരു വിദ്യാർത്ഥിയെ കാണുമ്പോൾ അവന് പറ്റുന്ന ഒരു സ്ഥലത്ത് അവനെ പങ്കെടുപ്പിക്കാൻ, ഒരു ചെറിയ കുട്ടിക്ക്, ഒരു ബാലവേദി കുട്ടിക്ക് വേണ്ടി ഒരു പരിപാടി സംഭവിക്കുമ്പോൾ അവന്റെ പരിപാടി അവരവിടെ എത്തിക്കുമ്പോഴാണ് അവന്റെ മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാകുക. അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുക അത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് ദീനീ പ്രബോധന രംഗത്ത് നമ്മളിങ്ങനെ ആളുകളെ കാറ്റഗറൈസ് ചെയ്ത് പരിപാടികൾ നടത്തുമ്പോൾ അത് അവർക്ക് പ്രത്യേകം പ്രയോജനം കിട്ടാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കി നമ്മളുമായി ബന്ധപ്പെട്ടവരെ അത്തരം ദീനീ സംരംഭങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. അള്ളാഹുവെ, അറിവിനെ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. ഗസയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആശ്വാസത്തെ നീ അവർക്ക് നീ പൂർണ്ണമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരുമേ നാഥ. ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളുടെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളും രോഗങ്ങളെയും നീ നീക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ